അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം കടക്കുന്നത് മഴയുടെ വാർത്തയിലേക്കാണ്. ഇനി വരുന്ന 5 ദിവസത്തേക്ക് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന അറിയിപ്പാണ് വന്നിട്ടുള്ളത്. ഇന്ന് 6 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. സംസ്ഥാനത്ത് 5 ദിവസം കൂടി ശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരം. ആതിരപ്പള്ളിയിൽ കനത്ത മഴയെ തുടർന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടും. ഇത്തരത്തിൽ നിരവധിയിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? അതുപോലെ തന്നെ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടോ? ഏതെല്ലാം ഇടങ്ങളിലാണ് റെഡ് അലേർട്ട് നൽകിയിട്ടുള്ളത്? അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. സംസ്ഥാനത്ത് 5 ദിവസത്തേക്ക് അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ബാക്കി ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ബാക്കി ജില്ലകളിലെല്ലാം യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള ഭാഗങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസവും ഇവിടെ ഉണ്ടാകും. വലിയ തിരമാലയ്ക്കും സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തൃശ്ശൂരിലും വയനാട്ടിലും മലയോര മേഖലകളിൽ മഴ ശക്തമാകും എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. തെക്കൻ കേരളത്തിലാണ് കടലാക്രമണത്തിന് മുന്നറിയിപ്പുള്ളത്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 7-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരങ്ങളാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്നത്. ഒപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അതീവ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും വിവിധയിടങ്ങളിൽ നിന്ന് നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനം അതിരപ്പള്ളിയിലാണ്. അതിരപ്പള്ളിയിൽ ഇന്നലെ രാത്രി 4 മണിക്കൂറാണ് തുടർച്ചയായി മഴ പെയ്യുകയുണ്ടായത്. ഇതിനെ തുടർന്ന് റോഡിലേക്ക് വെള്ളം കയറുകയും ഗതാഗത തടസ്സം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം റേഞ്ച് ഓഫീസറാണ് ഇന്ന് അതിരപ്പള്ളി അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിരപ്പള്ളി വിനോദസഞ്ചാര മേഖല ഒന്നാകെ, വാഴച്ചാൽ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലയൊന്നാകെ ഇന്ന് അടച്ചിടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിരപ്പള്ളിയിലും ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുകയാണ്. ഏതായാലും ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ ശക്തമാകുകയാണ്. അനുശ്രീ. ശരി, സുവിയാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എല്ലാവരും അതീവ സുരക്ഷിതരായി ഇരിക്കേണ്ട സമയം. ഏത് നിമിഷമാണ് അപകടം സംഭവിക്കുക എന്ന് പറയാനാവില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ജാഗരൂകരായിരിക്കുക. മഴ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിലും മഴയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. മഴയെ